ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റബ്ബർ തോട്ടത്തിൽ ഈ മഴയൊക്കെ പെയ്തപ്പോൾ കുറേ വിറക് ഒടിഞ്ഞ് കിടപ്പുണ്ട്, റബ്ബറിൻ്റെ കൊമ്പേ. അപ്പോൾ അതെല്ലാം പറക്കി കൂട്ടാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറക്കി വെച്ചതാണ്. അപ്പോൾ അത് അങ്ങോട്ട് വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കും. അതായത് നമ്മുടെ പൂച്ചസാറിനെ കണ്ടു. ഇവർക്ക് വരാനൊക്കെ ഭയങ്കര മടിയാട്ടോ. പിന്നെ മുട്ടയൊക്കെ മേടിച്ച് കൊടുക്കാമെന്നൊക്കെ പറയുമ്പം അങ്ങോട്ട് വരും. അപ്പോൾ ഈ അവിടെ ഇവിടെ നല്ല മുട്ടിക്കമ്പ് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി കുത്തി നുറുക്കട്ടെ കേട്ടോ. ഞങ്ങൾ വെള്ളവും കഞ്ഞിയൊക്കെ വിറകിലാട്ടോ. കഞ്ഞി, മീൻകറി, ഇറച്ചിക്കറി ഇങ്ങനത്തെയൊക്കെ വിറകടുപ്പിലാണ് വെക്കുന്നത്. അതുകൊണ്ട് വിറക് അത്യാവശ്യമാണ്. ഒരു ചായയും പിന്നെ എന്തെങ്കിലുമൊക്കെ തോരനൊക്കെയാണ് നമ്മൾ ഗ്യാസിൽ വെക്കത്തുള്ളൂ. പിള്ളേരെൻ്റെ കൂട്ടത്തിൽ വന്ന ഓരോ കോമ്പ്രാജങ്ങളൊക്കെ കാണിക്കുവാണേ. ഇവിടെ കഴിഞ്ഞൊല്ലൊക്കെ ഒത്തിരി കൂണുണ്ടായ സ്ഥലം. അപ്പോൾ അതും കൂടെ നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരു കൂണ് പോലും കണ്ടില്ല. എൻ്റെ മേത്തേക്ക് വീട്, അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ആക്കി ബാക്കി വേണമെന്ന് പുറത്തേക്ക് കൊണ്ടിരുന്നേ. ഞാനിങ്ങനെ വെട്ടിക്കൂട്ടുന്ന കമ്പുകളൊക്കെ വേഗം ഉന്തുവണ്ടിയിലേക്ക് ഇവരോട് കയറ്റി വെക്കാൻ പറയാം. അവരതങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ റബ്ബർ പ്ലാസ്റ്റിക് ഇട്ടോ. ഇനി ഞാൻ ഇച്ചിരി മുകളിലേക്ക് പോയി നോക്കട്ടെ. അവിടെയുണ്ട് കുറേ കമ്പ് കിടക്കുന്നു. അപ്പം അതും കൂടി ഒന്ന് വെട്ടിക്കൂട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് ഇടട്ടെ. അവിടെ ഇങ്ങനെ കാന കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ സൂക്ഷിച്ച് വേണം വരാൻ, അല്ലെ മറിഞ്ഞു കെട്ടി വീഴും. നെൽത്തിടമ്മേ ഇപ്പോൾ ഗ്യാസ് കിട്ടാനൊക്കെ ക്ഷാമമല്ലേ. ഇനിയിപ്പം ഗ്യാസ് തീർന്നു പോയാൽ ഇങ്ങനത്തെ കുറേ ചുള്ളിയും വിറകുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പിള്ളേർ സ്കൂളിലും കൂടെ പോകുന്നത് കൊണ്ടേ വിറകിന് നല്ല അത്യാവശ്യം ഇവിടെ. അപ്പം ഒരു വണ്ടി നിറച്ചും വിറക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ താഴെ കൊണ്ട് വെക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഉരുണ്ട് വീഴാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്ക് ഈ പിള്ളേർക്ക് ചിരിയാ. നിറച്ചും കൊതു കേട്ടോ ഇവിടെ. കൊതു കാരണം കൊണ്ട് നിൽക്കത്തില്ല. പിന്നെ ഇവർ പോകാമെന്നും പറഞ്ഞ് വഴക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങ് പോയേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നാളെ എങ്ങാനും പറക്കി കൂട്ടാം. ഇനിയിപ്പോൾ ഞാൻ താഴെ അവിടെ നമ്മുടെ ചാർത്തിൽ വിറക് വെക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് ഇതെല്ലാം കൂടെ ഇടട്ടെ. നനവാണ് വിറകിനൊക്കെ. അതൊന്ന് കിടക്കാറാകുമ്പം 3-4 എടുത്ത് ഇങ്ങനെ അടുപ്പിൻ്റെ ചോട്ടി വെച്ചാൽ പിറ്റേ ദിവസത്തേക്കുള്ള ഉണങ്ങി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞാൻ വിറകൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് തുണി അലക്കാനുണ്ട്. അപ്പോൾ ആ തുണിയും കൂടെ ഒന്ന് അലക്കിയിടട്ടെ. കുറേ തുണികൾ ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ അലക്കും. ഈ നേറ്റിക്കിടുന്നതൊക്കെ പള്ളിയിൽ കൊണ്ടുപോകുന്നതും വെള്ളം കൊണ്ടും ഒക്കെ കല്ലിലാണ് അലക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വലിയ വീഡിയോ ഇടാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സാധാരണക്കാരല്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ തുണിയൊക്കെ അലക്കിയിടുക കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കേ.